മക്കളെ, ഒരു ചെറിയ യാത്രയിലേക്ക് തുടക്കം കുറിക്കുകയാണ് ഞാൻ. ഹരിദ്വാർ യാത്ര ആത്മാവിനെ തൊട്ടറിയാൻ വേണ്ടിയുള്ളതാണെങ്കിൽ ഹരിദ്വാർ തീർച്ചയായും കണ്ടിരിക്കണം. ഹിമാലയ പർവ്വതം സാക്ഷാൽ ശങ്കരനെങ്കിൽ കാൽപാദമാണ് ഹരിദ്വാർ. ഗംഗാ ശങ്കരപാദങ്ങളെ പുണർന്നൊഴുകുന്ന കാഴ്ച അതീവ മനോഹരമാണ്. പതഞ്ഞ് ഒഴുകുന്ന ഗംഗ, മുക്തിയുടെ, ശരണാഗതിയുടെ അനന്തസാഗരത്തിലേക്ക് ശാന്തി മന്ത്രമായി ഒഴുകുന്ന ഗംഗ, അതിമനോഹരം. ഈ കാഴ്ച അതിമനോഹരം. കോടികൾ പാപങ്ങൾ കഴുകാൻ എത്തിച്ചേരുന്ന ഇടം ഗംഗ. അവൾ അമ്മയാണ്. തൻ്റെ മക്കളുടെ എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവൾ, മറക്കുന്നവൾ. ഞാനും എൻ്റെ പാപങ്ങൾ ഗംഗയുടെ വിരുമാറിൽ കഴുകി ഒഴുക്കി. ഓർമ്മകളിൽ എവിടെയോ എൻ്റെ അമ്മയുടെ മുഖവും അതോടൊപ്പം കടന്നു വന്നു. ഗംഗയിലെ ജലഗണങ്ങൾ പോലെ ഒഴുകുന്ന ഓർമ്മകൾ. ഞാനും ഒരു കുഞ്ഞു പൈതലായി. കണ്ണുകളിൽ നിന്നും ധാരധാരയായി ഒഴുകിയത് കണ്ണുനീരാണോ അറിയില്ല. ഓർമ്മകൾ, ഓർമ്മകൾ, ഓർമ്മകൾ. അത് മാത്രമാണ് ജീവിതത്തിലെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും. ഓർമ്മകളില്ലെങ്കിൽ നമ്മളില്ലല്ലോ. പുലർന്നു വരുന്നതേ ഉള്ളൂ. ഗംഗാ ആരതിയുടെ അറിയിപ്പ് വന്നു. മാ ഗംഗയെ വഹിച്ചുകൊണ്ട് വരുന്ന പല്ലക്ക് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അരികിലൂടെ കൊണ്ടുപോയപ്പോൾ ആ മാതാവിൻ്റെ പാതാരബിന്ദങ്ങളെ തൊടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പുണ്യം, അതീവ പുണ്യം. മറ്റൊന്നും ആ മനസ്സിലേക്ക് വന്നേയില്ല. അവിടെ മുഴുവൻ മുക്തിയും ഭക്തിയും മാത്രം നിറഞ്ഞു നിന്നിരുന്നു. അമ്മേ ഗംഗേ, അമ്മേ ഗംഗേ, ഹർ ഹർ ഗംഗേ എന്ന ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ അമ്മയുടെ പല്ലക്ക് താഴെ നദിക്കരയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. അന്തരീക്ഷം മുഖരിതമായി. എങ്ങും ഭക്തി മാത്രം, ഭക്തിമയം. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന നിമിഷം. എല്ലാം അമ്മയാകുന്ന നിമിഷം. നമ്മൾക്ക് അന്നം തരുന്ന എന്തും അമ്മയാകുന്ന നിമിഷം. ഗംഗ പതഞ്ഞൊഴുകുകയാണ്. ഭക്തി അതിൻ്റെ തീവ്രതയിലേക്ക് കടക്കുമ്പോൾ മനുഷ്യനും പ്രകൃതിയും സർവചരാചരങ്ങളും ഒന്നാകുന്നു. അമ്മേ, വീണ്ടും അവിടുത്തെ മാറിൽ ഒരു കുഞ്ഞു പൈതലായി പിറവിയെടുക്കാൻ കഴിയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഹൃദയത്തിൽ എപ്പോഴും ഈ ഓർമ്മകൾ എന്നും നിലനിൽക്കട്ടെ. വ്യത്യസ്ത കാരണങ്ങളാൽ ഹരിദ്വാർ പോലെയുള്ള സ്ഥലങ്ങളിൽ കാണാൻ കഴിയാത്ത എൻ്റെ പ്രിയജനങ്ങൾ, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇതെൻ്റെ ഒരു എളിയ സംരംഭമാണ്. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്തതാണ്. തെറ്റുകുറ്റങ്ങൾ പലതുണ്ടാകാം. അവയെല്ലാം പൊറുക്കണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഗംഗാമയ്യ എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ, ശാന്തി ഏകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട്, നിങ്ങളുടെ സ്നേഹം ലൈക്കുകളായിട്ട്, സബ്സ്ക്രൈബുകളായിട്ട് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.